ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഇക്ക മോളെ അംഗൻവാടിയിലേക്ക് കൊണ്ടാക്കാൻ പോകുന്ന ഒരു സീനോണ്ടാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഇക്ക കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഇന്ന് ഇക്ക എറണാകുളത്തേക്ക് പോവാണ്. അപ്പൊ രാവിലെ തന്നെ ഏതായാലും ഇന്ന് ബേട്ടിക്കൊന്നും പോവാല്ലാത്തത് കൊണ്ട് തന്നെ മോള് പറയുന്നുണ്ട്, എന്നാ നിങ്ങൾ ഇന്നെ കൊണ്ടാക്കി തരുമോ എന്നുള്ളൊരു സന്തോഷത്തിലാണ്, ഇന്ന് ഇക്ക കൊണ്ടാക്കുന്ന സന്തോഷത്തിലാണ് മോള്. പക്ഷെ ഇക്ക ഈ കൊണ്ടാക്കാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമത്തോട് കൂടിയാണ് കേട്ടോ പോകുന്നുള്ളത്. കാരണം ഇക്കും ഓളും തമ്മിലുള്ള ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത്രയും ഭയങ്കര കണക്ഷനാണ് ഓല് രണ്ടാളും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാക്ക് ഒരു ദിവസം തന്നെ ഓളെ പിരിഞ്ഞു നിൽക്കാന്ന് പറഞ്ഞാൽ 100 പ്രാവശ്യം വീഡിയോ കോൾ ചെയ്യും. അങ്ങനെയാണ് ഉണ്ടാക്കിയൊക്കെ വന്നു. അങ്ങനെ പിന്നെ ഞാൻ ഓരെ കൊണ്ടാക്കാൻ വേണ്ടി പോയ സമയം കൊണ്ട് തന്നെ ഇക്കാക്ക് പോവാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. 3 ദിവസത്തിനാണ് പോകുന്നതെങ്കിലും ആ 3 ദിവസത്തിനും 3 കൂട്ടി ഡ്രസ്സും കാര്യങ്ങളും വെക്കണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന പണിയിലാണ് ഞാന്. പാക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ. കാരണം ഒരു ദിവസത്തിനാണെങ്കിൽ പോലും നമ്മളെ കൂടെയുള്ള ഒരാൾ ഇങ്ങനെ പോവാന്നൊക്കെ പറയുമ്പോ നമുക്ക് ഭയങ്കര വിഷമാണല്ലോ. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കും തന്നെ മീറ്റിങ്ങോ കാര്യങ്ങളോ ഇല്ലെങ്കിലൊക്കെ റൂഹിമോളെ കൂടെ ഇങ്ങനെ വീട്ടിലുണ്ടാവും ചെയ്യും. അപ്പൊ എനിക്കും തന്നെ അതൊരു ആശ്വാസമാണ്. അങ്ങനെ പിന്നെ പോവാനുള്ള സമയങ്ങളൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. മോളെ കൊണ്ടാക്കി വന്നപ്പോ തന്നെ സമയം 11 മണിക്ക് ആവാറായിട്ടുണ്ട്. പോകുന്നുള്ളത് കളിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്. ഇതലുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നുള്ളത്. മാറ്റുന്നത് ഇരിക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ പറയുന്നു, ഇനി നോക്കേണ്ടി വരില്ല വീട് എന്നൊക്കെ പറഞ്ഞു കണ്ട്. കാരണം ഇക്കുണ്ടാവുമ്പോ എന്താന്ന് വെച്ചാല് ഓല് രണ്ടാളും കൂടിയും തമ്മിലുള്ള ഒരു കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ എത്രത്തോളം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നുള്ളത് അറിയില്ല. അങ്ങനെയാണ് ഓല് രണ്ടാളും തമ്മിലുള്ള ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ മോളെ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നപ്പോ ഓളെ വിചാരം ഇനിയിപ്പോ ഇക്ക വരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഓള് നിൽക്കുന്നതെങ്കിലും ഞാൻ പോയി കൊണ്ടുവന്നപ്പോ എന്നോട് പറയുന്നുണ്ട് എനിക്ക് മൂത്താപ്പാന്റെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ പിന്നെ ഇനി ഓക്ക് ഇനി ഒരു വിഷമാവണ്ട, അല്ലെങ്കിൽ ഇന്ന് രാത്രി ഭയങ്കര കരച്ചിലാകും. കാരണം ഓക്ക് ഉറങ്ങണമെങ്കിലൊക്കെ ഞാൻ വേണമെങ്കിലും ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണീക്കുമല്ലോ. ആ സമയത്തൊക്കെ ഓക്ക് ഇക്കനെ കാണണം. അങ്ങനത്തെ ഒരു മെന്റാലിറ്റിക്ക് ഉള്ള ഒരു കുട്ടിയാണ് ഓള്. അങ്ങനെ പിന്നെ ഞാൻ എങ്ങനെ ആക്കുക എന്നൊക്കെ മനസ്സിങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പിന്നെ താഴത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോ ഇനി ഓളെ വിഷമിപ്പിക്കണ്ടെന്നൊക്കെ വിചാരിച്ചുകാണ്ട് ഞാൻ ഓളെ അവിടേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇതൊക്കെ ചോദിച്ചപ്പോ അറിയുന്നത് എന്തിനാന്ന് വെച്ചാല് ഇപ്പച്ചിന്ത വരാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അറിയുന്നുള്ളത്. പിന്നെ ഞാൻ പറയുന്നുണ്ട് ഇനി നാളെ വരും എന്നൊക്കെ പറഞ്ഞപ്പോ വേണ്ട, എനിക്ക് റോയിക്ക് ഇപ്പച്ചിനെ കാണാൻ പൂതിയിക്കണോ എന്നൊക്കെ പറഞ്ഞൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്നോട് പറഞ്ഞു എനിക്ക് ചോറൊന്നും വേണ്ട മെച്ചി, എനിക്ക് നൂഡിൽസ് വേണം എന്നൊക്കെ പറഞ്ഞുകാണ്ട് അങ്ങനെ ഞാൻ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇന്ന് ഇനി ഓള് പറഞ്ഞതിനനുസരിച്ച് തന്നെ നിക്കാം. കാരണം പിന്നെ ഓക്ക് ഇനി ഓടിയും വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ടെന്ന് വിചാരിച്ചുകാണ്ട് ഓള് പറഞ്ഞതിന് അങ്ങനെ നിന്ന് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാണ്ട് പിന്നെ രാത്രി ഇക്ക പോയതാണല്ലോ. അപ്പൊ പിന്നെ നാത്തൂന്റെ മോളും കാക്കാന്റെ മക്കളൊക്കെ ഇവിടേക്ക് നിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഓൽക്ക് കൂട്ടാന് എന്താന്നുള്ളത് വെച്ചാൽ കാര്യമായിട്ടുള്ള കൂട്ടാനൊന്നും ഇല്ലായിരുന്നു. മീന് ബത്തളും മയിലൊക്കെ പൊരിച്ചതുണ്ടെങ്കിലും അത് കുറച്ചേ ഉള്ളായിരുന്നു. പിന്നെ എല്ലാവർക്കും കൂടി ഫുഡ് കഴിക്കണമെങ്കിൽ സോയാബീനും കാര്യങ്ങളൊക്കെ പൊരിക്കട്ടെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നാത്തൂന്റെ മോള് വരുന്നത്. ഓള് കോഴിക്കോടാണ് പഠിക്കുന്നുള്ളത്. അപ്പോൾ ഓള് വരാന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മരുവാങ്കൊക്കെ കൊടുത്ത് ഇഷാവാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. ഓള് വന്നപ്പോ ലോഡഡ് ഫ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് തിന്നുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോഴേ വയറ് എല്ലാവർക്കും നിറഞ്ഞു. അപ്പൊ പിന്നെ ചോറ് വേണമെന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. മോക്ക് പിന്നെ ലോഡഡ് ഫ്രൈസോ കാര്യങ്ങളോ ഒന്നും വേണ്ട, എനിക്ക് ഓക്ക് ആ നൂഡിൽസ് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഓളും ചോറ് തിന്നിട്ടില്ല. ഞങ്ങൾക്ക് പിന്നെ ഇനി ചോറ് കയറിയാൽ ഈ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയതല്ലേ വിചാരിച്ചുകാണ്ട് ഞങ്ങൾ കഴിച്ചും ചെയ്തു കേട്ടോ. അല്ല ഞാൻ പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തിന്നപ്പോഴേ വയറ് നല്ല രീതിക്ക് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാൻ ചെറുതാണെങ്കിലും വയറ് നല്ല ഫില്ലിംഗ് ഉള്ളൊരു സാധനമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ 3 ആളും കൂടി അത് കുത്തിർന്ന് തിന്നു. ഒരാളും കൂടി ഉണ്ട്, പക്ഷെ ഓൾ അപ്പത്തിനൊന്നും എത്തിയിട്ടില്ലായിരുന്നു. പക്ഷെ ഓളെ വരുമല്ലേ എന്നുള്ളത് ഉറപ്പ് തന്നിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ മോൾക്ക് ഇക്ക പോവാത്തതിന് മുമ്പ് ഇനി ഓളെ സമാധാനിപ്പിക്കാൻ ഓൾ എന്തെങ്കിലും എനിക്ക് വേണോ ഇപ്പച്ചി പോയി വരുമ്പോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മൈക്ക് വാങ്ങിക്കൊണ്ടെന്നോണ്ടിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോവാത്തതിന്റെ മുമ്പ്. പറയണ ഏതൊരു കാര്യം ഇക്ക നോ എന്ന് പറയുന്ന ഒരു സംഗതി ഞാൻ കേട്ടിട്ടില്ല. അത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഓളെ ഒരു കാര്യത്തിന് ഇക്ക നോ എന്ന് പറയൂല. അങ്ങനെയാണ്. പിന്നെ മൈക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോ നൂഡിൽസ് ഒക്കെ തിന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് മൈക്കിൽ പാട്ട് പാടണം പറഞ്ഞപ്പോ കുറച്ച് സമയം ഇനി ഓളെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അങ്ങനെ കുറെ സമയം മൈക്കിലൊക്കെ പാടിക്കഴിഞ്ഞ് പിന്നെ ലോഡഡ് ഫ്രൈസ് ഒക്കെ ഒന്നിട്ട് ദഹിക്കട്ടെ വിചാരിച്ചിട്ട് ഫുഡ് കഴിച്ചപ്പോ തന്നെ 9 മണി കാര്യങ്ങളൊക്കെ 9 മണി ആവാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചോറ്റക്കുള്ള കൂട്ടാനൊക്കെ വെച്ച് ഓർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർക്കും ചോറ് വേണ്ട. ഞാൻ ഇട്ട് കൊടുത്തപ്പോ ഓര് പറയാണ് ഞങ്ങൾ ഇട്ടോളാന്ന്, മീനും വേണ്ട ഒന്നും വേണ്ട. ഞാൻ സോയാബീൻ പൊരിച്ചത് നന്നായി. കാരണം സോയാബീനും കൂട്ടിയാണ് ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. മീനൊന്നും വേണ്ട, എന്നൊക്കെ വയറ് ഫില്ലാണ്, ഏതായാലും നിങ്ങൾ വിളമ്പിയതല്ലേ വെച്ചിട്ട് തിന്നണേന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടോ. അങ്ങനെ പിന്നെ ഏതായാലും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ മോൾക്ക് എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാനൊന്നല്ല, വെറുതെ എല്ലാരും കൂടി അങ്ങനെ ഇരുന്നപ്പോ
ഇരുന്നേ ഉള്ളൂ. ഫുഡ് കഴിക്കാൻ ഇരുന്നോ എന്നാ പിന്നെ അപ്പോഴേ വെള്ളം വേണ്ടി വരും. മുമ്പക്ക് വെള്ളം വേണം ആദ്യം. ഞാൻ ഇരുന്നോർത്തുനിന്ന് ഇന്നെ എണീപ്പിച്ചിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറെ സംസാരിച്ചുകൊണ്ടാണ് കഴിക്കുന്നത്. കാരണം ഓള് കോളേജ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. വിശേഷങ്ങളും കാര്യങ്ങളും ഒരുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിച്ചതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. അത്രത്തോളം എൻജോയ് ചെയ്ത് കണ്ടായിരുന്നു കഴിച്ചിരുന്നത്. വീട്ടിക്ക് വേറെ ആളുകള്, അതായത് ഗസ്റ്റ് വരിക എന്നൊക്കെ പറയുമ്പോ ഇവരൊന്നും എപ്പോഴും വരുന്ന ആളുകളൊന്നും അല്ല. എന്താ ഇങ്ങനെ ഇക്കല്ലാത്ത സമയത്ത് ഞാൻ വിളനെ വിളിക്കുക പേടിക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് പേടി ഉണ്ടായി, അത്രത്തോളം പേടി ഉണ്ടായിട്ടല്ല, നമുക്ക് ഇങ്ങനെ കുറെ സമയം കിടന്നുറങ്ങണമെങ്കിൽ തന്നെ വർത്താനൊക്കെ പറഞ്ഞുകാണ്ട്. അപ്പൊ പിന്നെ ഒരാളെ ധൈര്യത്തിന് ഒരാൾ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചുകാണ്ട് അങ്ങനെ വരാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. പിന്നെ എന്ന് പറയുമ്പോ എനിക്കും തന്നെ പിന്നെ ഇക്ക പോയൊരു ഇത് അറിയാതിരിക്കണമെങ്കിൽ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ അറിയൂല. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ പരിപാടിയാണല്ലോ അടുക്കള ക്ലീൻ ആക്കുക കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഞാൻ ടേബിളിമത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചതിന്റെ ശേഷം ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റാക്കൊക്കെ തോത്തിട്ട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. ആ പാത്രം കാര്യങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് റാക്കൊക്കെ തോത്തിട്ട് കണ്ട് ഇങ്ങനെ കിടക്കുമ്പോ തന്നെ ഒരു സമാധാനാണ്. അങ്ങനെ പിന്നെ എല്ലാ കിച്ചണും ഒന്നിട്ട് തോത്തിടും കേട്ടോ. എന്താണ് റാക്കൊക്കെ തോത്തിന് കൂടെ തന്നെ ഞാൻ പരന്ന് കിടന്നിക്കണമെങ്കിൽ നിലത്തേക്ക് തട്ടിടും. പാത്രത്തേക്ക് നിലത്ത് കിടക്കണ കാണുമ്പോ പിന്നെ പാത്രത്തേക്കൊന്നും റാക്കുമ്പത്ത് തട്ടാൻ തോന്നൂല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും, നിലത്തേക്ക് തട്ടിയിട്ട് കാണ്ട് ഒന്നാകെ ഈ ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന ആൾ ഇക്കാണ്. ഇന്ന് ഇക്കല്ലാത്തത് കൊണ്ട് ഇത് ഫുള്ള് എന്റെ ഡ്യൂട്ടിയിൽ പെട്ടല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ലൈറ്റ് ഓഫ് ആക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വാതിലൊക്കെ പൂട്ടുന്നുണ്ട്. മോള് ഞാനാണ് ഫസ്റ്റ് കയറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കയറുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തും ലൈറ്റ് ഇടാൻ പറഞ്ഞിട്ട് ഞാൻ മേലെ ഡൈനിങ് ഹാളത്ത് ലൈറ്റ് ഒക്കെ ഓരോട് ഇടാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഇട്ടിട്ട് ചോറും പരിപാടിയും കാര്യങ്ങളൊക്കെ 9 മണിയായപ്പോത്തിന് കഴിഞ്ഞെങ്കിലും ഞങ്ങൾ കെടുക്കാൻ വേണ്ടി കിടന്നപ്പോ തോന്നുന്ന രാത്രി 11 മണി 11:30 ആയിട്ടുണ്ടാവും. ഞങ്ങൾ മോളൊക്കെ ഞാൻ നേരത്തെ കെടുത്തി ഉറക്കുന്നതാണ്. പക്ഷെ അന്ന് പിന്നെ മോള് ഉറങ്ങിയിട്ടില്ല. ആരെങ്കിലും വീട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്ക് ഓലെ കൂടെ കളിക്കണം ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ ഇന്ന് ഓളെ കരയിപ്പിക്കാത്തതിന്റെ കാര്യം വേഗം കൊണ്ടുപോയി ഉറക്കാത്തതൊക്കെ ഇനി വേണമെങ്കിൽ പിന്നെ ഒന്നത് കരയിപ്പിച്ച ഇപ്പച്ചിനെ കാണണമെന്ന് പറഞ്ഞ് നോളോത്സാ ഞാൻ ആകെ കുടുങ്ങും. പിന്നെ എനിക്ക് ഉറങ്ങേണ്ടി ഒന്നും വരൂല. അപ്പൊ ഞാൻ പിന്നെ ഓളക്ക് ഇഷ്ടമുള്ള പോലെ കളിക്കട്ടെ കുറച്ച് സമയം എന്ന് കരുതിയിട്ട് ഞാൻ ഉറങ്ങാത്തതിന് ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഓൾ ഉറങ്ങുമ്പോൾ. ഞങ്ങൾ ഉറങ്ങാൻ 11 മണി കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയായിരുന്നു. പിന്നെ പിറ്റത്തെ ദിവസം രാവിലെ ആയപ്പോഴാണ് പിന്നെ വീഡിയോ എടുക്കുന്നുള്ളത്. ചായ കുടിക്കുകയാണ്. ചായ കുടിച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലോ കാക്കാന്റെ മോളും കൂടി വരാണ്ടായിരുന്നു. ഓള് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോഴേക്കൊക്കെ ഞാൻ കെടുക്കാൻ വേണ്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഓള് വരുന്നുള്ളത്. അപ്പൊ ചായയും കടിയൊക്കെ കുടിച്ചപ്പോൾ ഓക്ക് ദോശ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഓള് ദോശ കഴിക്കലില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ നേന്ത്രപ്പഴം കഴിച്ചോന്ന് പറഞ്ഞിട്ട് നേന്ത്രപ്പഴം എടുത്ത് കൊടുത്തതാണ്. ഞാൻ ദോശയും മുട്ടക്കറിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചായ കുടിക്കുന്നുള്ളത്. ചായ കുടിക്കാൻ തന്നെ 1 മണിക്കൂറൊക്കെ ആവട്ടോ. ഇങ്ങനെ വർത്താനം ഇങ്ങനെ പറഞ്ഞുകാണ്ടി പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പോവാനായി. സ്കൂളുള്ളവരുണ്ട്, കോളേജ് ഉള്ളവരുണ്ട്. അങ്ങനെ ഓലൊക്കെ പോയി. പിന്നെയും വീട്ടില് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയി. ഇനി പിന്നെ ഒരു വൈകുന്നേരമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒക്കെ ഇനി വരണമെങ്കിൽ 2 ദിവസം ആവുമല്ലോ. ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യണേ.